ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാൻഡേർഡ് 5-ലെ പാർട്ട് 1 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പീലിയുടെ ഗ്രാമം, കൂടാതെ തന്നെ ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, ഈ 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 3 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് 5th സ്റ്റാൻഡേർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെസൺസ് എന്ന് പറയുന്നത് ഇത് 3 കേട്ടോ. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ, വരയ്ക്കാം വായിക്കാം, ജനങ്ങൾ ജനങ്ങളാൽ. നമ്മൾ ഇപ്പോൾ 10th ലെവൽ മെയിൻസിനാണെങ്കിലും അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസ് ആണെങ്കിലും ശരി, ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിലും +2 ലെവലായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിലും ഈ 3 ചാപ്റ്റേഴ്സും ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ പഠിക്കണം. വരയ്ക്കാം വായിക്കാം എന്ന് പറയുമ്പോൾ മാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പഠിക്കണം. ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസനാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 4th ലെസണും 5th ലെസണും പഠിക്കാം. ഓക്കെ അല്ലേ? വസ്ത്രത്തിൻ്റെ നാൾവഴികൾ ഈ ഒരു ചാപ്റ്റർ ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല പിക്ചേഴ്സൊക്കെ ആദ്യം തന്നിട്ടുണ്ട്, നോക്കാം. എന്താണ്? ആടിൻ്റെ രോമ ആവരണവും തത്തയുടെ തൂവലും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ മനുഷ്യർക്ക് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വസ്ത്രം ധരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാറുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. തണുപ്പിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയിട്ട്, ചൂടിൽ നിന്ന് സംരക്ഷണം നേടാൻ വേണ്ടിയിട്ട്, ശരീരത്തിലെ ചൂട് നിലനിർത്താനായിട്ട്, പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം, ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഡ്രസ്സ് ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നോക്കിയേ, പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകൾ എന്താണ്, ആനിമൽസിൻ്റെ തൊലി, അതുപോലെ ഇലകൾ കൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു അവർ ധരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് എന്താണോ ലഭിച്ചിരുന്നത് അവയെ വസ്ത്രമാക്കി ഉപയോഗിക്കുന്ന രീതിയായിരുന്നു മനുഷ്യർക്കുണ്ടായിരുന്നത്. മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് പുല്ല്, ഇലകൾ, മരത്തോലിനെയാണ് മരവുരി എന്ന് പറയുന്നത്, മൃഗങ്ങളുടെ തോല് എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ അവരുപയോഗിച്ചിരുന്ന സൂചി എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ എല്ലും അല്ലെങ്കിൽ കൊമ്പും ഒക്കെ കൂർപ്പിച്ച് അവയാണ് സൂചിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. ഇനി നെയ്ത്ത് വിദ്യയിലേക്ക് നോക്കാം. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. നെയ്ത്ത് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഡെഫിനേഷനാണ്. പിന്നെ ഹാരപ്പൻ സംസ്കാരമൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ ലോക ചരിത്രത്തിൽ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കാവുന്ന ഒരു ബോക്സാണ് അവിടെ തന്നിട്ടുള്ളത്. നോക്കാം. സിന്ധു നദീതടത്തിലെ വസ്ത്രം എന്താ ഇവിടെ പറയുന്നത്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുകയും ചെയ്യുന്നു. കണ്ടല്ലോ, സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന ആളുകൾ പരുത്തി, കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടെ നിന്ന് ലഭിച്ച പ്രതിമകളിലൊക്കെ ഡ്രസ്സ് വരച്ചു ചേർത്തിരിക്കുന്ന കാണാമല്ലോ, നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം അല്ലേ. അപ്പോൾ എന്താ ഇത് സൂചിപ്പിക്കുന്നത്? അക്കാലത്തുള്ള മനുഷ്യർ ഡിസൈൻ ചെയ്ത് അവരായിട്ട് തന്നെ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ പരുത്തി അവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ട് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ കല്ലിൻ്റെ സൂചിയാണ് പിന്നീട് അവരങ്ങോട്ട് ഉപയോഗിച്ചു വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിക്കുകയും ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു.
മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറി തുണികൾക്ക് ഇന്നും ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? എന്താണ്? നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്തെടുക്കുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാലത്ത് നൂൽപ്പ് യന്ത്രം എങ്ങനെയായിരുന്നു, പിന്നെ കൈത്തറി എങ്ങനെയാണെന്നുള്ളതുമാണ് ഇമേജിൽ തന്നിട്ടുള്ളത്. അപ്പോൾ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. ഇനി ഇതയുടെ പരുത്തിയെക്കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം എന്താന്ന്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചണവുമായി ബന്ധപ്പെട്ട് തന്ന പോയിന്റ്സ് എന്താണ്? ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് അല്ലേ ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇത് PSC ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയും ഗോൾഡൻ ഫൈബർ ചണവുമാണ്. മാറിപ്പോവാതെ പഠിക്കുക. ഈ ചണത്തിന് കണ്ടോ ഒരു ഗോൾഡൻ കളറല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് ചണമാണ്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണകൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഗംഗാതീരത്താണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ചണം കൾട്ടിവേറ്റ് ചെയ്യുന്നത്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. ഇനി നീലം ചെടി നോക്കാം. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ബ്രിട്ടീഷുകാർ ഈ ചമ്പാരനിലെ കർഷകരുടെ ഭൂമിയിൽ കൂടുതലായിട്ടും നീലം കൾട്ടിവേറ്റ് ചെയ്യണം എന്നൊരു റൂള് കൊണ്ടുവന്നപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ മഹാത്മാഗാന്ധി ഇടപെട്ടുകൊണ്ട് നടത്തിയ ഒരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ നീലം കൾട്ടിവേഷനായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരാം. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കണ്ണൂരുണ്ട്, കൂടാതെ ബാലരാമപുരം തിരുവനന്തപുരം ജില്ല, കുത്താമ്പുള്ളി തൃശ്ശൂർ ജില്ല. ഇതൊക്കെ എന്താണ്? കൈത്തറി കേന്ദ്രങ്ങളാണ് കേട്ടോ. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഇവിടെ സ്പിന്നിങ് ജെന്നി തന്നിരിക്കുന്നത് കണ്ടോ? സ്പിന്നിങ് ജെന്നി കണ്ടെത്തിയത് ആരാണ്? മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി. ഇപ്പോൾ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് പുറകെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. നോക്കുക, സ്പിന്നിങ് ജെന്നി കൊണ്ടുവന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണെങ്കിൽ യന്ത്രത്തറി കണ്ടെത്തിയത് ആരാണ്? പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. എന്താണ്? ടൈം കൺസ്യൂമിംഗ് ആണ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തോട് കൂടിയിട്ടാണ് യന്ത്രത്തറി വർക്ക് ചെയ്യുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാനായിട്ട് യന്ത്രത്തറിക്ക് സാധിക്കും. ഓക്കെ അല്ലേ ഈ പോയിന്റ്സ്? ഇനി അടുത്തത്, യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്താൽ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക്
കൊണ്ടുവന്ന് വിറ്റഴിക്കുകയും ചെയ്തു. ഉയർന്ന വിലയിൽ വിറ്റഴിച്ചു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അപ്പം ഇനി യൂറോപ്പിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, അല്ലേ? ഏറ്റവും ആദ്യം വന്നത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ 1498 മെയ് മാസം 20 നമ്മുടെ കാപ്പാട് കടപ്പുറത്തെത്തിയ വാസ്കോ ഡ ഗാമയെക്കുറിച്ച്. കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നീടാണ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ യൂറോപ്യർ ഇന്ത്യയിലേക്ക് എത്തിയ ക്രമം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? PDEF. പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അല്ലേ? ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ ആളുകളാണ് പോർച്ചുഗീസുകാർ, അല്ലെ? ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഡച്ചുകാർ അല്ലെങ്കിൽ നെതർലൻഡുകാർ എന്ന് വിളിക്കപ്പെടുന്ന ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷുകാർ, ഫ്രാൻസിൽ നിന്ന് ഫ്രഞ്ചുകാർ, അല്ലേ? അപ്പോൾ പോർച്ചുഗലിൽ താമസിക്കുന്ന പോർച്ചുഗലിലെ ജനതയെ പോർച്ചുഗീസുകാരെന്നും, നെതർലൻഡുകാരെ ഡച്ചുകാരെന്നും, ഹോളണ്ടുകാരെ ഡച്ചുകാരെന്നും, പിന്നെ ഇംഗ്ലണ്ടുകാരെ ഇംഗ്ലീഷുകാരെന്നും, ഫ്രാൻസുകാരെ ഫ്രഞ്ചുകാരെന്നും വിളിക്കാം. കുഞ്ഞുകുട്ടികളല്ലേ, അവർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ ഇവർ ഇവിടെ നിന്നുള്ള അസംകൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കുറഞ്ഞ വിലയിൽ കൊണ്ടുപോവുകയും അവിടെ യന്ത്രവൽകൃതമായിട്ട് വസ്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൂടിയ വിലയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയെ ഒരു കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ്? ഇംഗ്ലീഷുകാരാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. ക്ലിയർ അല്ലേ ഈ പോയിന്റ്സ്? അടുത്ത ഭാഗം. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിക്കുകയുണ്ടായി. വസ്ത്രങ്ങളുടെ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ആദ്യം നീലമായിരുന്നു ഉപയോഗിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഈ നീലത്തിൽ മറ്റു പല കളേഴ്സും ആഡ് ചെയ്തിട്ട് കൃത്രിമ ചായങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ നോക്കൂ, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ്, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്, അല്ലെ? മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരുടെ അധ്വാന ഭാരം കുറഞ്ഞു. വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളും വസ്ത്രങ്ങളുടെ വ്യാപനവുമെല്ലാം യന്ത്രങ്ങളുടെ വരവോടുകൂടി വസ്ത്രനിർമ്മാണ രംഗത്തുണ്ടായ മാറ്റങ്ങളാണെന്ന് നമുക്ക് പറയാം. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിച്ചു. പരുത്തി, ചണത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രകൃതിദത്ത നാരുകളാണ്. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും അതോടൊപ്പം കൃത്രിമ നാരുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. ഇവിടെ നോക്കുക, പോളിസ്റ്റർ, നൈലോൺ എന്ന കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. ഇനി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ നമ്മൾ ഈ പറഞ്ഞതുപോലെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രകൃതിദത്ത നാരുകൾ എന്നും കൃത്രിമ നാരുകൾ എന്നും. പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി, ചണം പോലുള്ളവയും ജന്തുക്കളിൽ നിന്ന്, അതായത് ചെമ്മരിയാട് പോലെയുള്ള ജീവികളിൽ നിന്ന്, പട്ടുനൂൽ പുഴു പോലെയുള്ള ജീവികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന നാരുകളും ഉണ്ട്. അതായത് ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നുണ്ട്, അല്ലേ? സസ്യങ്ങളിൽ നിന്നാണെങ്കിലോ പരുത്തി, ചണച്ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കൃത്രിമ നാരുകൾ എന്ന് പറയുമ്പോൾ പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നോക്കുക പോയിന്റ്, പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളെക്കാൾ കൃത്രിമ നാര് ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാകില്ല എന്ന മേന്മയും ഇതിനുണ്ട്. അപ്പോൾ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ നോക്കിയേ, പ്രകൃതിജന്യ നാരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കമ്പിളി, ചെമ്മരിയാടിൽ നിന്ന്, പട്ടുനൂൽ പുഴു, പരുത്തിച്ചെടി, ചണം, ചണച്ചെടിയിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്ന്.
ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം നോക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം വ്യത്യസ്തമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാറ്, അല്ലെ മെറ്റീരിയൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാറ്. കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ വൈവിധ്യം കാണാനായിട്ട് സാധിക്കും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ്. നോക്കൂ, ഇവിടെ നോക്കൂ, കഥകളി, തെയ്യം, ഭരതനാട്യം, കുച്ചിപ്പിടി, ഒപ്പന ഇങ്ങനെയുള്ളതിനെല്ലാം ചവിട്ട് നാടകം പല രീതിയിലുള്ള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുക, അല്ലെ? വ്യത്യസ്ത കലാരൂപത്തിന് വ്യത്യസ്ത രീതിയിലുള്ള ഡ്രസ്സുകളാണ്. ആ ഡ്രസ്സുകൾ വെച്ചിട്ടാണ് നമുക്ക് മിക്കവാറും ആ കലാരൂപത്തെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഇനി വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് നമുക്ക് ഈ മുകളിൽ തന്നിട്ടുള്ളത്. അതായത് ചാന്നാർ ലഹളയുടെ കാര്യമാണ് ഈ ഭാഗത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചാന്നാർ സ്ത്രീകൾക്ക് മുകൾ വസ്ത്രം അല്ലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അങ്ങനെ അനുവാദം കൊടുത്തുകൊണ്ട് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണ് നമുക്കോട് തന്നിരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ എന്ന ഭാഗത്ത് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. നോട്ട് ചെയ്ത് വയ്ക്കുക. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ കുറച്ചു ഭാഗവും കൂടാതെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു ആദ്യം തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ആയപ്പോഴേക്കും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഈ തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിക്കുകയും 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടുകൂടി ഈ നാട്ടുരാജ്യം തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം കേരളത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഇനി മേൽമുണ്ട് സമരത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. പിന്നെന്താണ് മുലമാറാപ്പ് വഴക്ക്, ആ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾ മേൽജാതിക്കാരുടെ പോലെ തന്നെ അവർക്കും എന്ത് വേണം? മാറുമറിക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ സമരം. ചാന്നാർ സ്ത്രീകൾ നടത്തിയത് കൊണ്ടാണ് ഇതിനെ ചാന്നാർ സമരം എന്ന് അറിയപ്പെടുന്നത്. 1859 ഇങ്ങനെ അവർക്ക് മാറുമറിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് ഉത്രം തിരുനാളിൻ്റെ ഉത്തരവ് വരുന്നത്. ഓക്കെ അല്ലേ? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. ഈ ഒരു നൂറ്റാണ്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 1859 എന്ന് പറയുമ്പോൾ ഏത് നൂറ്റാണ്ടാണ്? എങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ട് കണ്ടുപിടിക്കുന്നത്? ഇതിൽ ഈ 59 എന്നുള്ളത് അങ്ങ് മാറ്റി നിർത്തിയേക്കാം. ആദ്യത്തെ 2 സംഖ്യകൾ എടുക്കുക, അതിനോടുകൂടി 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 18 അല്ലേ? 18 കൂടി 1 ആഡ് ചെയ്യുക, 19 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇനി 2025 ഏത് നൂറ്റാണ്ടാണ്? 25 നമുക്ക് വേണ്ട, 20നോടൊപ്പം 1 ചേർക്കുക, 21-ാം നൂറ്റാണ്ടാണ് അല്ലേ? അപ്പോൾ നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ഈ നൂറ്റാണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് മേൽവസ്ത്രം ധരിക്കാനുണ്ടായിരുന്ന അവകാശം ഉള്ളൂ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും ആ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സമരം നടത്തിയത്. മേൽമുണ്ട് സമരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
ഓക്കെ, വസ്ത്രം ഒരു സമരായുധം. ഇവിടെ എന്താ പറയുന്നത്? പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. നോക്കാം, നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വരുന്നത് കേട്ടോ. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഖാദിയും ചർക്കയും നൂൽപ്പും വിദേശ ബഹിഷ്കരണവും ഒക്കെ ആയിരുന്നു ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി അനുവർത്തിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ചർക്കയിൽ നൂറ്റിട്ട് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാനാണ് ഗാന്ധിജി ആളുകളെ പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നൊരാവശ്യമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. കണ്ടോ, ഇന്ത്യൻ ജനത വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ചിത്രവും ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജിയുടെ ചിത്രവുമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി. എന്താണ്? വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറുകയും ചെയ്തു. ഖാദി വസ്ത്രം ധരിക്കുക, അതുപോലെ ഖാദി തൊപ്പി അണിയുക, ഇതൊക്കെ ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറുകയും ചെയ്തു. ഇനി നമുക്ക് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് കയറി വരികയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1905 ഓഗസ്റ്റ് മാസം 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, എന്താണ്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, എന്നിട്ട് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. 2015 മുതൽ ഓഗസ്റ്റ് 7 എന്താണ്? കൈത്തറി ദിനം, ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഇനി ഖാദി പ്രസ്ഥാനം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഖാദി പ്രസ്ഥാനം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമാവുകയും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സ്വദേശി പ്രസ്ഥാനം വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1905 ഓഗസ്റ്റ് 7. 2015 മുതൽ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചു വരുന്നു. ഇനി ഖാദി പ്രസ്ഥാനം വർഷം 1918. ഖാദി പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ചു. ഓക്കെ, വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകളെക്കുറിച്ചാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല, രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകകരമായ വളർച്ചയുണ്ടായി. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയ്ഡറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങളും ഉണ്ട്. നോക്കാം, വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം ഈ ഒരു ഭാഗം. നെയ്ത്ത്. ഫസ്റ്റ് നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയ്ഡറി വർക്ക്സ്, ഡിസൈനിങ്, ചായമുക്കൽ,
നൂൽപ്പ് ഇവയെല്ലാം വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ്. വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് നമ്മൾ ഈ പരിചയപ്പെട്ടത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെ നോക്കൂ, ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങളാണെങ്കിൽ പ്രകൃതിക്ക് അത്ര ദോഷമില്ല അല്ലേ? പക്ഷേ അതേസമയം തന്നെ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് നശിച്ചു പോകാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അത് വലിച്ചെറിയുന്നത് പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം അല്ലേ? ഡോർമാറ്റായിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, പിന്നെ ഒരുപാട് അലങ്കാര വസ്തുക്കൾ നമുക്ക് ഉണ്ടാക്കാം. വസ്ത്രങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റീസൈക്കിൾ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ അല്ലേ? വസ്ത്രധാരണത്തിലെ നാൾവഴികൾ പരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് കാണാം. തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി. മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകണം. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് PSC ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് മേൽമുണ്ട് സമരം, സ്വദേശി പ്രസ്ഥാനം, ഖാദി പ്രസ്ഥാനം, കൂടാതെ തന്നെ ഇവിടെ മെഷീൻസ് ഇൻവെന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? സ്പിന്നിങ് ജെന്നി, അതുപോലെ തന്നെ നോക്കൂ, യന്ത്രത്തറി കൊണ്ടുവന്നത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഈ പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചേക്കാം. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സ്പിന്നിങ് ജെന്നി കൊണ്ടുവന്നത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഈ പോയിന്റുകളൊക്കെ പഠിക്കുക. PSC ഓറിയന്റഡ് ആയിട്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ഒരു ഭാഗത്ത് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക. PSC ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അടങ്ങുന്ന, എന്നാൽ ആ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. മാപ്പുകളുമായി ബന്ധപ്പെട്ട് ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം. നമ്മളിപ്പോൾ 4th ലെസണിൽ പഠിച്ച അത്ര പോലും പോയിന്റ്സ് ഈ ഒരു ഭാഗത്തില്ല. ഗ്ലോബുകളെക്കുറിച്ചും മാപ്പുകളെക്കുറിച്ചും ഒക്കെയാണ് ഈ 5th ലെസണിൽ പറയുന്നത്. വരയ്ക്കാം വായിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പറയുന്നത് വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ചാണ്. നോക്കാം. വടക്ക് നോക്കി യന്ത്രം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അറിയാമല്ലോ നിങ്ങൾക്ക്, ദിശ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് കണ്ടോ, ഇവിടെ റെഡ് കളർ കാണുന്നുണ്ടോ? അപ്പോൾ ആ റെഡ് കളർ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അതെപ്പോഴും എന്തായിരിക്കും? വടക്ക് ദിശയായിരിക്കും കേട്ടോ. അപ്പോൾ ദിശ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്. വടക്ക് ദിശ എന്ന് പറയുമ്പോൾ ഏതാണ്? നോർത്താണ്. ഓക്കെ, നോർത്ത് ദിശയെയാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഒരു ഉപകരണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഇവിടെ ഒരു ഭൂപടത്തിലെ ദിശകൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കാം. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. കണ്ടല്ലോ, ഇവിടെ കണ്ടോ, നമ്മുടെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ പോലെ ഒരു പ്രത്യേക സിമ്പൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നോർത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിന്റെ ചുവടുഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇങ്ങനെ ഒരു പ്ലസ് സിമ്പൽ വരയ്ക്കുകയാണെങ്കിൽ മുകളിൽ നോർത്താണെന്നും താഴ്ഭാഗം സൗത്ത്, ഇവിടെ ഈസ്റ്റ്, വെസ്റ്റ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം നിർണ്ണയിക്കുക പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു പന്തിൽ വീടിൻ്റെ ചിത്രം ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനം കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ പന്തിൽ ചിത്രത്തിൽ കാണുന്ന പോലെ നെടുകയും കുറുകയും രേഖകൾ വരച്ചിരിക്കുകയാണ്. കണ്ടോ, കുറുകെയുള്ള രേഖകളുമുണ്ട്, നെടുകയുള്ള രേഖകളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു കുറുകെയുള്ള രേഖയുടെയും നെടുകയുള്ള രേഖയുടെയും നടുവിലാണിട്ട് വരും അല്ലേ? അപ്പോൾ എന്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ ഓരോ രേഖകൾക്കും അക്ഷരങ്ങളും നമ്പറുകളും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രേഖയെ പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
അതായത് ഇവിടെ ഒരു ഗ്ലോബ് തന്നിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ ഒരു വര ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്? ഇക്വേറ്ററിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? നോർത്ത് ഗോളവും അതുപോലെ സൗത്ത് ഗോളവും. അപ്പോൾ വടക്കേ അർദ്ധഗോളം അല്ലെങ്കിൽ ഉത്തര അർദ്ധഗോളവും ദക്ഷിണ അർദ്ധഗോളവും എന്ന് നമുക്കതിനെ വിളിക്കാം. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും നിരീക്ഷിക്കുക. അതാണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. അറിയാലോ. അങ്ങനെ സ്റ്റാൻഡിങ് ലൈൻസ് ആണ് എന്ത്? രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതാണ് എന്ത്? അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ. അതിലെ ഈ ഭൂമിയെ അല്ലെങ്കിൽ ഗ്ലോബിനെ 2 ഈക്വൽ ഹാഫായി ഡിവൈഡ് ചെയ്യുന്ന ഈ റെഡ് ലൈനാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ മുകളിൽ ഉത്തരാർദ്ധ ഗോളവും ഇക്വേറ്ററിന്റെ താഴെ ദക്ഷിണാർദ്ധ ഗോളവും ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഗ്ലോബും ഭൂപടവും ഈ ഒരു ഭാഗത്ത് ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു സ്പെറിക്കൽ ഷേപ്പ്. അപ്പം ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അപ്പോൾ സ്പിയറിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ് ഗ്ലോബ് അല്ലെ, ബോള് ഒക്കെ. അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ എന്തായി മാറി? ഭൂപടമായിട്ട് മാറി. ഭൂപടം എന്ന് പറയുന്നത് 2 ഡയമെൻഷനിൽ ആണെങ്കിൽ ഗ്ലോബ് എന്താണ്? ഒരു 3D ആണ് അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഭാഗത്ത് നമുക്ക് വരാം. ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം? പൊതുവെ ഒരു തലക്കെട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഭൂപടം കണ്ടു. അതിനുള്ള ഹെഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? രാഷ്ട്രീയ ഭൂപടം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദിശ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെന്താണ്? ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ, കണ്ടോ. പിന്നെ തോത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു മാപ്പിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ ഇൻഡിക്കേഷൻസ് കൊടുത്തിരിക്കും. സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ആ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇൻഡിക്കേഷൻസ് ആയിട്ട്, സൂചികകളായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികളല്ലേ, അപ്പോൾ അവർക്കത് ഒരു മാപ്പിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി കാർട്ടോഗ്രഫി എന്താണ്? ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അറിയാത്തത് പ്രത്യേകം അത് പഠിച്ചു വെച്ചേക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ എന്ത് വിളിക്കും? കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ കാർട്ടോഗ്രഫി എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രാഫി എന്നും അത് തയ്യാറാക്കുന്ന വ്യക്തിയെ കാർട്ടോഗ്രാഫർ എന്നുമാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കാർട്ടോഗ്രാഫി എന്താണ്? ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി കാർട്ടോഗ്രാഫർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിക്കുന്ന സർവേ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ഭാഗം ഇത് കണ്ടോ, ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ. ഇന്ത്യയുടെ മാപ്പ് കണ്ടോ, ഇവിടെ ദിശ തന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ, രാജ്യ തലസ്ഥാനം കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അന്താരാഷ്ട്ര അതിർത്തികളും സംസ്ഥാന അതിർത്തികളും ഒക്കെ ഇൻഡിക്കേഷൻസ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ. ആ ഭാഗമൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ഉത്തർപ്രദേശിനെ കുറിച്ചാണ് ഈ ഒരു ബോക്സിൽ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. എൻ്റെ സംസ്ഥാനം ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ്. എൻ്റെ അതിർത്തിയിൽ ഒരു രാജ്യമുണ്ട്, അതാണ് നേപ്പാൾ. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടി ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് മറ്റ് 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ നാട്ടിലെ നൃത്തകലയാണ് കഥക്. എൻ്റെ പ്രധാന നഗരങ്ങളുടെ പേരുകൾ നിങ്ങൾ കേട്ട് കാണും. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. അശോക സ്തംഭത്തിലൂടെ പ്രസിദ്ധമായ സാരാനാഥ് എൻ്റെ പ്രശസ്തി ലോകമെങ്ങും പരത്തുന്നു. ഉത്തർപ്രദേശിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത്. നേപ്പാൾ ഒരു അതിർത്തി രാജ്യമാണ്. 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നു. കരിമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ നൃത്തകല കഥക്കാണ്.
അവിടുത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാ? കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ്. കൂടാതെ പ്രശസ്തമായിട്ടുള്ള സാരാനാഥ്, ഉത്തർപ്രദേശിലെ സാരാനാഥ് അല്ലേ, അവിടെയാണ് നമ്മുടെ അശോക സ്തംഭം നിലകൊള്ളുന്നത്. ഇത്രയും പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടിയില്ലേ. ഇനി എന്താ തന്നിരിക്കുന്നത്? വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ, കേരളത്തിലെത്തിയ കഥയാണ് അവിടെ തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് എന്നാണ് പുറപ്പെട്ടത്? 1497 വാസ്കോഡ ഗാമ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിക്കുന്നത്. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്ന് മലിന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടുകൂടി 1498 മെയ് മാസം 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഒന്നുകൂടി നോക്കാം. 1497 പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലിലായിട്ട് 170 പേരടങ്ങുന്ന പോർച്ചുഗൽ സംഘം ഇന്ത്യയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടു കൂടി തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി, അതായത് തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. മലിന്തിയിൽ നിന്ന് നേരെ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ കാപ്പാട് കടപ്പുറത്തേക്ക് ഈ ഒരു സംഘം എത്തിച്ചേരുകയാണ്. എന്നാണ് 1498 മെയ് മാസം 20 ഇവർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ വാസ്കോഡ ഗാമയുടെ സമുദ്ര സഞ്ചാര പാതയാണ് നമുക്ക് തന്നിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലൂടെ വന്ന് കണ്ടോ, അന്റാർട്ടിക് സമുദ്രത്തിലൂടെ വന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്ന് മലിന്തി തുറമുഖത്തെത്തി നേരെ ഇന്ത്യൻ സമുദ്രത്തിലൂടെ നമ്മുടെ കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തി. ഈ ഒരു മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ സമുദ്രങ്ങൾ താണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് അങ്ങനെയൊക്കെയുള്ള വർക്ക്ഷീറ്റ് പോലെയാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കണ്ടോ, ഇവിടെ ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയുക, പേര് നൽകുക എന്ന രീതിയിലുള്ള വർക്കുകളൊക്കെയാണ്. അവിടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആധുനിക ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഭൂപട വായന അനിവാര്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ചാപ്റ്റർ ഫുള്ളി വായിച്ചിട്ടില്ല. അതേ നമുക്ക് ആവശ്യമുള്ളൂ. A to Z കാര്യങ്ങൾ പഠിക്കേണ്ട. ഏറ്റവും സ്മാർട്ടായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ആ ഒരു ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തൊരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഏതാണ്? ജനങ്ങളാൽ എന്ന ചാപ്റ്റർ. ഇത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ചെയ്യും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലാണ് നമ്മൾ പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അവിടെ വീക്ക്ലി സ്റ്റഡി പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനലും ടെലഗ്രാം ചാനലും ഒക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒന്നും വിട്ടുപോകണ്ട. താങ്ക്